പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങൾ കടന്നു വരും. ഓരോ സംഗതികൾ നമ്മൾ പ്ലാൻ ചെയ്യും. ഇന്ന സമയത്ത് നമ്മൾ നടക്കുമെന്ന് കരുതി കൂട്ടി പലതും പ്ലാൻ ചെയ്താലും അതൊന്നും ചിലപ്പോൾ നമ്മുടെ പ്ലാനിനനുസരിച്ച് പോയില്ല എന്ന് വരും. അൺസർട്ടനിറ്റീസ് നാം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യണം. അതെങ്ങനെയാണ്? വചനത്തിൽ കൂടെ. എന്നിട്ട് ദൈവം നാം യേശു കർത്താവിനെ ഈ അൺസർട്ടൻ ദിവസങ്ങളിൽ എങ്ങനെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മെ പഠിപ്പിക്കും. അങ്ങനെ നാം പഠിച്ചെടുത്താൽ നമുക്ക് സമാധാനം കിട്ടും. എല്ലാ സംഗതികളും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് വെൻ ദേ സീം ടു ബി ഫോളിങ് എപ്പാർട്ട്, ദൈവം നമുക്കൊരു കൃപ തരും. ആരൊക്കെ നമ്മളെ ഒപ്പോസ് ചെയ്താലും അത് ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം, ഏതൊക്കെ സിറ്റുവേഷൻ നമുക്കെതിരായിട്ട് കടന്നു വന്നാലും അത് ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരു കൃപ തരും. സമയങ്ങൾക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ പ്രത്യാശ നമ്മൾ വെക്കേണ്ടത് ഇൻ ആൻ അൺചേഞ്ചിങ് ഗോഡ്, മാറ്റമില്ലാത്ത ദൈവത്തിലായിരിക്കണം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 4:18 ആ വാക്യം ഇങ്ങനെ പറയുന്നു: കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യരെല്ലാം അനേക തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ്, ഡിലേ, പെയിന് ഒക്കെ ഓവർകം ചെയ്തു വരും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് പ്രത്യാശ കൊണ്ടാണ്. പക്ഷേ പ്രത്യാശ പോയാൽ ആൾക്കാരെന്ത് ചെയ്യും? They will just give up. Praise God. യേശു കർത്താവ് അതുകൊണ്ട് നമുക്ക് പ്രത്യാശ വെക്കാനായിട്ട് നിത്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല. ജീസസ് ഓഫേഴ്സ് ദ ഓൺലി ഹോപ്പ് ദാറ്റ് ഈസ് ഇറ്റേണൽ. ആ ഹോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. പക്ഷേ നമുക്ക് യേശു കർത്താവിൽ കാണുന്ന ആ പ്രത്യാശ, യേശു കർത്താവ് തരുന്ന ആ പ്രത്യാശ മനസ്സിലാക്കിയെടുക്കുവാൻ തക്കവണ്ണം ഒരു റൈറ്റ് പേഴ്സ്പെക്റ്റീവ് നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പോൾ എന്താണ് റൈറ്റ് നൗ കുഞ്ഞെ, എന്താണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്നോർത്ത് അതേ നോക്കി നീ ഇരിക്കരുത്. അങ്ങനെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളിൽ നീ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീ ഒന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങിക്കേ. ഉദാഹരണത്തിന്, പേ മോർ അറ്റൻഷൻ ടു ഗോഡ്സ് വേർഡ് ദാൻ ദ ന്യൂസ് ഓൺ യുവർ ഡിവൈസ്. കുഞ്ഞ്, നിൻ്റെ ഡിവൈസിൽ നീ കാണുന്ന ന്യൂസിനെ കഴിഞ്ഞും അധികം അറ്റൻഷൻ നീ ദൈവവചനത്തിന് കൊടുത്തേ. ഡിഫിക്കൽട്ടീസ് വരത്തില്ല എന്നല്ല, ഡിഫിക്കൽട്ടീസ് വരും, പക്ഷേ അത് ലാസ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ യേശുവിൽ നമുക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതാണ്. 1 കൊരിന്ത്യർ 13:13, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13:13. അതുകൊണ്ട് പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വോളയിലൊക്കെ ഹാങ് ചെയ്യുന്ന ഒരു കാർഡുണ്ട്. ആ കാർഡ് ചിലയിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഇസ്രായേലൊക്കെ പോകുമ്പോൾ, നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ ഇങ്ങനെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഹീബ്രു ലെറ്റേഴ്സിലാണ് അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് സിംപ്ലി അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോകും, ഇതും കഴിഞ്ഞു പോകും. പ്രൈസ് ഗോഡ്. കുഞ്ഞേ, ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയം നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിനക്കൊന്ന് പറയാമോ, നിനക്കൊന്ന് ചിന്തിക്കാമോ? നീ ഒന്ന് വിശ്വസിച്ചേ, ദിസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോകും. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാഹചര്യങ്ങൾ എന്തൊക്കെയാണേലും ആ സാഹചര്യങ്ങളൊക്കെ ടെമ്പററിയാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നവും കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയല്ല. ഇറ്റ് വിൽ പാസ്, അത് കടന്നു പോകും. ഹല്ലേലൂയ. ഒരു ലൈഫ് ലോങ് ക്രോണിക് പ്രോബ്ലം ആണെന്ന് നിനക്ക് തോന്നിയാലും
യു വോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ടു എറ്റേണിറ്റി. എറ്റേണിറ്റിയിൽ ഇത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മുടെ കുറിവാക്യം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് വളരെ ബലം തരുന്ന ഒരു കുറിവാക്യമാണ്. പ്രൈസ് ഗോഡ്. അത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. എന്നാൽ ഈ ദൈവം സൃഷ്ടിച്ച ഈ അഖിലാണ്ടത്തിൽ ചില സംഗതികളുണ്ട് എന്നേക്കുമായിട്ട് നിലനിൽക്കാത്ത. യു കാൻ സീ ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. നീ എന്നാൽ യേശുവിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഫോർ എവർ യു വിൽ ബി ഇൻ ഇറ്റേണിറ്റി വിത്ത് ഗോഡ്. അല്ലേ കുഞ്ഞെ? നിൻ്റെ പ്രത്യാശ നീ ഒന്ന് യേശു കർത്താവിലിട്ടെ. ഈ ലോകത്തിൽ കാണുന്ന പല കാര്യങ്ങളുമായിട്ട് നീ നിന്നെ തന്നെ കുഴച്ചു മറിക്കല്ലേ. നീ നിന്നെ തന്നെ ഷഫിൾ ചെയ്യുവാനായിട്ട് വിട്ടുകൊടുക്കരുതേ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 2. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യുവർ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് വിൽ ബിക്കം എ ഹോപ്പ് ഫുൾഫിൽഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 27 ഇങ്ങനെ പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ യേശു കർത്താവിന് വേണ്ടി ഒരു റൂം ഉണ്ടാക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു കർത്താവ് നമുക്ക് ഒരു വലിയ ഗിഫ്റ്റ് തരും. ആ ഗിഫ്റ്റ് എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ, സമാധാനമുള്ള ഹൃദയവും മനസ്സും. ഹല്ലേലൂയ. ആർക്കും അതെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ആ സമാധാനം ലോകം തരുന്നതല്ല, ദൈവം തരുന്ന. ലോകം തരുന്ന സമാധാനമാണെങ്കിൽ അത് ടെമ്പററി ആയിരിക്കും. കഴിഞ്ഞ 300 വർഷം പുറകോട്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് പീസ് ട്രീറ്റീസ് സൈൻ ചെയ്തിട്ടുണ്ട്, അല്ലേ? സമാധാന ഉടമ്പടികൾ, രേഖകൾ, കരാറുകൾ ലോകത്തിൽ വലിയ നേതാക്കൾ ഹല്ലേലൂയ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും അതിൻ്റെ പ്രവൃത്തി തികയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും യുദ്ധങ്ങളും ക്ഷാമങ്ങളും കൊലയും കൊലവിളിയും എല്ലാമാണ് കേൾക്കുന്നത്, അല്ലേ? എന്നാൽ ഈ ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാ സമാധാനവും ടോട്ടലി സർക്കംസ്റ്റാൻഷ്യലാണ്. നിനക്കൊരു നല്ല ജോലി ഉണ്ടായിരിക്കും, അപ്പം നീ ഓർക്കും നീ സമാധാനത്തിലാണെന്ന്. പക്ഷേ ആ ജോലി അങ്ങ് പോയാൽ നിൻ്റെ സമാധാനം അവിടെ നഷ്ടപ്പെടുക. നിനക്ക് ബാങ്കിൽ പണമുണ്ടായിരിക്കും, അപ്പം നീ ഓർക്കും നിനക്ക് ആവശ്യത്തിനുള്ള സമാധാനമുണ്ട്. എന്നാൽ ആ പണം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ കുഞ്ഞെ, നീ പിന്നെ നിൻ്റെ പീസ് എവിടെ പോകും? നിൻ്റെ പീസും അതുപോലെ നഷ്ടപ്പെട്ടു പോകും, അല്ലേ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? ഹല്ലേലൂയ. ഒരു വിസിബിളായിട്ടുള്ള ക്ലിയറായിട്ടുള്ള ഒരു റീസണും ഇല്ലെങ്കിൽ പോലും കുഞ്ഞെ, നിനക്ക് സമാധാനം ദൈവം തരും. നീ സമാധാനം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവളാ. നിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം മേ ബി ഇൻ കയോസ്, ഹല്ലേലൂയ. പക്ഷെങ്കിൽ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാരണങ്ങളാൽ കുഞ്ഞെ നീ സമാധാനം അനുഭവിക്കും. ആ സമാധാനമാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനം വരുന്നത് യേശു ക്രിസ്തുവിൽ നിന്നാണ്. കാരണം അവൻ സമാധാന പ്രഭുവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സമാധാനം ദൈവം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ ഭയപ്പെടരുത്, നീ ബുദ്ധിമുട്ടരുത്, നീ ട്രബിൾഡ് ആകരുത്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ഒരു മുറിയിലേക്ക് കടന്നു വന്നാൽ ആ മുറി മുഴുവൻ പിന്നെ സമാധാനം കൊണ്ട് നിറയുക. കുഞ്ഞെ, നിൻ്റെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു മുറിയുണ്ടോ? ഡിസോർഡറും വറിയും ആങ്സൈറ്റിയും ഫിയറും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു മുറി നിൻ്റെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ റൂമിലേക്ക് നീ നിൻ്റെ യേശു കർത്താവിനെ ക്ഷണിച്ചിട്ടില്ലെന്നാ. ഹല്ലേലൂയ. നിൻ്റെ വറീസ് റിവീൽ ചെയ്യുന്നത് നീ ആ ഏരിയ ഒന്നും യേശു കർത്താവിന് സറണ്ടർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നിൻ്റെ ഫിനാൻസ് ആയിരിക്കും, ചിലപ്പോൾ നിൻ്റെ കല്യാണാലോചനയുടെ വിഷയമായിരിക്കും, നിൻ്റെ കരിയറായിരിക്കും, കുഞ്ഞെ നിൻ്റെ പേരൻറ്റിങ് ആയിരിക്കും, നിൻ്റെ ഷെഡ്യൂളായിരിക്കും,
ഞാൻ പറയട്ടെ, ചിലപ്പോൾ നിൻ്റെ മിനിസ്ട്രി ആയിരിക്കും ദൈവപൈതലേ. എന്ത് തന്നെയാണെങ്കിലും യു ഹാവ് ടു ലെറ്റ് ഇറ്റ് ഗോ. യു ഹാവ് ടു ഗിവ് ഇറ്റ് ഓവർ ടു ജീസസ്. പറ്റുമോ കൊടുക്ക്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ റിയൽ പീസ് നിനക്കുണ്ടാകും. എവറി പാർട്ട് ഓഫ് യുവർ ലൈഫ് നീ ദൈവത്തിന് കൊടുക്കുക. കർത്താവേ, നിൻ്റെ പേർപ്പസിന് വേണ്ടി അതിനെ ഉപയോഗിക്കണമേ. അങ്ങനെ വരുമ്പോൾ നിനക്ക് സമാധാനം കിട്ടും. അത് ജീവിതത്തിലെ എല്ലാ പ്രഷേഴ്സിനെയും എതിർത്തു നിന്ന് ഒരു ജയജീവൻ നയിപ്പാൻ കൊണ്ട് നിന്നെ സഹായിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ നിത്യപിതാവാ, നീ സമാധാന പ്രഭുവാ, നീ ജയാളിയായ ദൈവമാ. ഞങ്ങൾ ഒരിക്കലും തോറ്റുപോകാനിടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൊണ്ട് എല്ലാ കഷ്ടതയെയും അതിജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആ പ്രത്യാശയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് നീ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാ അൺസർട്ടനിറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ നീ മാറ്റുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.